ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഞാനീ പറയുന്ന ഒരു നാമം, ഞാനീ പറയുന്ന ഒരു രീതിയിൽ, ഒരു പ്രത്യേക രീതിയിലാണ്. നിങ്ങൾ എവിടെ ഇരുന്ന് ഉരുവിട്ടാലും വൈകാതെ നിങ്ങളെ ഭഗവാൻ കോടിപതിയാക്കും എന്നുള്ളതാണ്. ഭഗവാൻ കൃഷ്ണൻ കോടിപതിയാക്കും എന്നുള്ളതാണ്. ഇത് വളരെ ഭഗവാന്റെ നിങ്ങളെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ചെയ്ത് നോക്കുക. എവിടെ ഇരുന്ന് വേണമെങ്കിലും ഉരുവിടാം. ഞാനീ പറയുന്ന ലളിതമായ ഒരു വരിയേ ഉള്ളൂ. ഞാനീ പറയുന്ന ഒരു രീതിയിൽ അത് ഉരുവിടണം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭഗവാൻ കുചേലനെ എപ്രകാരമാണോ കുബേരനാക്കിയത്, അതേപോലെ തന്നെ ഭഗവാൻ നിങ്ങളെ വലിയ സമ്പത്തിന് ഉടമയാക്കും എന്നുള്ളതാണ്. ഇന്ന് ചെയ്താൽ നാളെ മാറുമെന്നല്ല, വൈകാതെ അത് സംഭവിക്കും. ഭഗവാനെ വിശ്വസിച്ചാലാണ്. നിങ്ങൾ ചെയ്ത് നോക്കുക. നല്ല കാര്യമാണ്. കേട്ടിട്ട് ചെയ്യുക. കാരണം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഏതൊരു സാധാരണക്കാരനും എവിടെ ഇരുന്ന് ചെയ്യാവുന്ന കാര്യമാണ്. ₹1 ചെലവില്ലാത്ത കാര്യമാണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഒരു മാസമെങ്കിലും ചെയ്ത് നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം ഒന്ന് നിരീക്ഷിക്കുക. നിങ്ങളുടെ വരുമാനത്തിലുണ്ടായ മാറ്റം, നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ മാറ്റം, നിങ്ങളുടെ കുടുംബത്തിലുണ്ടായ മാറ്റം, എന്നിട്ട് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളിത് ആവർത്തിക്കുക. പറഞ്ഞ് മനസ്സിലായില്ലേ? അതും ചെയ്ത് നോക്കുക. നല്ലത് തന്നെയാണ്. അപ്പം ഞാൻ പറയുന്ന ഈ വിദ്യ ഭഗവാന്റെ പരമമായ അനുഗ്രഹം കിട്ടുന്ന ഒരു വിദ്യയാണ്. അതായത് രാവിലെ നിങ്ങൾ കിടക്കപ്പായിരുന്നുള്ള പ്രാർത്ഥനകളെല്ലാം ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ കുളി കഴിഞ്ഞ് കുളിമുറി നിന്നുള്ള പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മുറിയിൽ നിന്നോ വിളക്ക് കത്തിക്കുന്നിടത്ത് നിന്നോ എവിടെ വേണേലും ചെയ്യാം. കുളിമുറി നിന്ന് ചെയ്താലും ഫലമാണ്. ഇനിയും വിളക്ക് കത്തിക്കുന്നിടത്ത് നിന്ന് ചെയ്താലും ഫലമാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ റൂമിൽ നിന്ന് ചെയ്താലും ഫലമാണ്. എവിടെ നിന്ന് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അത് ഞാൻ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമാണ്. സംഖ്യാ ജ്യോതിഷ ഹസ്തരേഖ ഗ്രഹനില ഇതൊക്കെ വിശകലനം ചെയ്യുന്നത്. ആവശ്യമുള്ളവർ വാട്സപ്പിൽ ഇടുക. ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. എല്ലാവർക്കും തരാൻ പറ്റത്തില്ല റിപ്ലൈ. പറ്റുന്നവർക്ക് തരും, റിപ്ലൈ തരും. കാരണം ഒരുപാട് മെസ്സേജ് വരുന്നത് കൊണ്ടാണ്. ഇത് ചെയ്യുന്ന രീതി പറയും. എന്നിട്ട് നിങ്ങൾ കേട്ടിട്ട്, ഞാൻ നല്ല കാര്യം പറയത്തുള്ളൂ, നിങ്ങൾ കേട്ടിട്ട് താല്പര്യമുണ്ട് ചെയ്യാം, അല്ലെ ചെയ്യാതിരിക്കാം. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ സാധിക്കത്തില്ല. കാരണം വാട്സപ്പിലെ വർക്ക് സമയത്തിന് തീരുന്നില്ല. അതുകൊണ്ടാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യത്തിന് പരിഹാരം വേണമെങ്കിൽ ചുരുക്കി ചെറിയൊരു വോയിസ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ, വലിയ കഥ പറയരുത്, ചെറിയൊരു വോയിസ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട എനിക്കറിയാവുന്ന നല്ല കാര്യം പറഞ്ഞു തരും. അത് പറയുന്ന ആത്മാർത്ഥമായിട്ടേ പറയത്തുള്ളൂ. അതിൻ്റെ ഫീസും കാര്യങ്ങളൊന്നുമില്ല. അതിനാരും ദക്ഷിണ ഇടുകയും ചെയ്യരുത്. അപ്പോൾ ഇനി വിഷയത്തിലേക്ക് വരാം. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. നർപ്പവി നർപ്പവി നർപ്പവി. നിങ്ങൾ, ഞാൻ പറഞ്ഞു, കുളിമുറിയിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ റൂമിൽ നിന്നോ അല്ലെങ്കിൽ വിളക്ക് കത്തിക്കുന്നിടത്ത് നിന്നോ ഒക്കെ ചെയ്യാം. നിങ്ങൾ ഭഗവാൻ കൃഷ്ണന്റെ പാദങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങളുടെ ഈ 10 വിരലുകളും ഭഗവാന്റെ പാദത്തിൽ ടച്ച് ചെയ്യുന്നതായിട്ട്, തൊടുന്നതായിട്ട് സങ്കല്പിച്ച് മനസ്സിൽ ഓം കൃഷ്ണായ നമഃ മനസ്സിൽ ജപിക്കണം. ഇത് രാവിലെ ഒരു തവണയെങ്കിലും ജപിക്കുക. പിന്നെ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ജപിക്കണം. ഒരു ദിവസം കൊണ്ട് ചിലപ്പോൾ ചിലർക്ക് മാറ്റം തുടങ്ങാം. ചിലർക്ക് ചിലപ്പം ഇത് ആവർത്തിക്കുമ്പം ഇന്നല്ലേ നാളെ വൈകാതെ ഭഗവാൻ നിങ്ങൾക്ക് എല്ലാം തരും. നിങ്ങൾക്ക് അറിയിക്കുന്ന രീതിയിൽ. നിങ്ങളൊരു ലക്ഷാധിപനാകാനുള്ള യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങളെ ലക്ഷാധിപനാക്കും. അല്ലെങ്കിൽ നിങ്ങളൊരു കോടീശ്വരനാകാനുള്ള യോഗ്യതയും പ്രവർത്തനങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ആക്കും. നിങ്ങൾ ഏത് നിലയിലാണ് ആ നിലയിൽ നിന്ന് ഉയർത്തി നിങ്ങൾക്ക് അർഹിക്കുന്ന വലിയ രീതിയിലുള്ള ഐശ്വര്യങ്ങളും സമ്പത്തും, നിങ്ങളുടെ കർമ്മം അനുസരിച്ച് നിങ്ങളിലേക്ക് എത്തിച്ചേരേണ്ട എല്ലാ ഐശ്വര്യങ്ങളും സമ്പത്തും ഒക്കെ നൽകി ഭഗവാൻ നിങ്ങളെ വലിയ ഐശ്വര്യങ്ങൾക്ക് ഉടമയാക്കും. കാരണം ഇത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ കേൾക്കുമ്പോൾ ഇത് മനസ്സിലാകത്തില്ല. ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. കാരണം നമ്മുടെ ഈ വിരലുകൾ, ഈ കൈയുടെ അഗ്രത്തില് ആരാ വസിക്കുന്നത്? കരാഗ്രേ വസതേ ലക്ഷ്മി എന്നാണ്. അപ്പം ഈ നമ്മളുടെ കൈയുടെ അഗ്രത്തില് ആ വസിക്കുന്ന മഹാലക്ഷ്മി എന്തുകൊണ്ടാണ് ഇവിടെ വസിക്കുന്നതെന്ന് പറഞ്ഞത്? കാരണം ഈ വിരലിന്റെ അഗ്രങ്ങളില്, അതായത് കൈയുടെ അഗ്രം എന്ന് പറയുന്നത് അത് ഈ വിരലുകളാണ്. ഈ വിരലുകളുടെ അഗ്രങ്ങളില് ചാലുകളുണ്ട്, ഈ വിരലടയാളം. ഈ ചാലുകളിലൂടെയാണ് നമ്മൾ സ്പർശനം വഴി നമ്മൾ കാര്യങ്ങൾ അറിയുന്നത്. അതുപോലെ പ്രാണശക്തി പ്രപഞ്ചത്തിൽ നിന്ന് സ്വീകരിക്കാനുള്ള കഴിവും ഈ വിരലിലെ അഗ്രങ്ങൾക്കുണ്ട്. ഈ വിരൽ, അതുകൊണ്ട് തന്നെയാണ് ഈ പ്രാണശക്തി സ്വീകരിക്കുന്നതിലൂടെയൊക്കെ ആണ് നമുക്ക് ഐശ്വര്യത്തിനുള്ള ആ ചിന്തകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് വിരലുകളുടെ അഗ്രത്തിൽ മഹാലക്ഷ്മി വസിക്കുന്നു എന്ന് പറയുന്നത്.
ഈ അഗ്രങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. വിരലിൻ്റെ അഗ്രങ്ങൾക്ക്. ഈ വിരലടയാളം മാത്രം മതി ഒരാളുടെ ജീവിതത്തെക്കുറിച്ച് അറിയാൻ വേണ്ടി. വിരലടയാളത്തെക്കുറിച്ച് ഉള്ള അങ്ങനെയുള്ള ശാസ്ത്രങ്ങൾ വരെ ഉണ്ട്. പിന്നെ വിരലടയാളത്തെക്കുറിച്ച് ഇപ്പം ശാസ്ത്രീയമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ സ്വഭാവം അതൊക്കെ അറിയാൻ വിരലടയാളത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ ഇന്നുണ്ട്. ഒരു വ്യക്തിയെ തിരിച്ചറിയാൻ ആ വ്യക്തിയുടെ വിരലടയാളം മതി. ഈ വിരലടയാളത്തിനകത്ത് ഒരുപാട് കാര്യമുണ്ട്. അപ്പോൾ ഈ വിരലുകളുടെ അഗ്രങ്ങളിലുള്ള വിരലടയാളം ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് മാത്രമല്ല, ഇവിടെ ചാലുകളാണ്. വിരലടയാളം എന്ന് വെച്ചാൽ ചാലുകളാണ്. അപ്പോൾ ഈ വിരലിൻ്റെ 5 വിരലുകളുടെ അഗ്രങ്ങളും ഭഗവാന്റെ പാദത്തിൽ ടച്ച് ചെയ്യുന്നതായിട്ട് മനസ്സിൽ സങ്കല്പിച്ച് ഓം കൃഷ്ണായ നമഃ എന്ന് മനസ്സിൽ ജപിക്കുമ്പോൾ നിങ്ങൾക്ക് ഭഗവാന്റെ സർവ്വ അനുഗ്രഹങ്ങളും ഉണ്ടായി വരും. ഭഗവാന്റെ ആ ചൈതന്യം നിങ്ങളുടെ വിരലുകളുടെ അഗ്രങ്ങളിൽ കൂടി ആ പ്രാണശക്തി, ആ ദിവ്യബോധം നിങ്ങളിലേക്ക് ഒഴുകും. അതാണ് അതിൻ്റെ രഹസ്യം. നിങ്ങളത് നിത്യേന ചെയ്താൽ നിങ്ങൾക്കത് അനുഭവിച്ചറിയാൻ പറ്റും. മാത്രമല്ല, ഭഗവാന്റെ പാദങ്ങളെ വിരലുകൊണ്ട് സ്പർശിക്കുന്നതായിട്ട് സങ്കല്പിച്ചാൽ സകല പാപങ്ങളും തീരുമെന്നുള്ളതാണ്. സകല പാപങ്ങളും തീരും. മാത്രമല്ല, സകല കർമ്മദോഷങ്ങളും തീരും. അതുപോലെ നമ്മളെ എന്താണോ സാമ്പത്തികമായിട്ട് ഉയർച്ചയ്ക്ക് തടസ്സപ്പെടുത്തിയിരിക്കുന്ന ദോഷങ്ങൾ, അതിനെല്ലാം മാറ്റാനുള്ള ശക്തിയുമുണ്ട്. നമ്മളെ എന്തൊക്കെ, നമ്മുടെ കർമ്മദോഷമായിരിക്കാം, ഗ്രഹനിലയിൽ ഗ്രഹങ്ങൾ പിഴച്ചു നിൽക്കുന്നതായിരിക്കാം, കുടുംബദോഷമായിരിക്കാം, ദൃഷ്ടിദോഷമായിരിക്കാം, എന്തിനെ മാറ്റിമറിക്കാൻ, സർപ്പദോഷങ്ങൾ എല്ലാത്തിനെയും മാറ്റാനും കൃഷ്ണപാദങ്ങളെ നമ്മളെ 5-10 വിരലുകൾ കൊണ്ട് ഭഗവാന്റെ പാദങ്ങളിൽ തൊട്ട് ആയിട്ട് മനസ്സിൽ സങ്കല്പിച്ച് ഓം കൃഷ്ണായ നമഃ എന്ന് മനസ്സിൽ ജപിച്ചാൽ സർവ്വ കാര്യങ്ങൾക്കും പരിഹാരം ഉണ്ടാകുമെന്നുള്ളതാണ്. ഇനി നമ്മൾ മനസ്സിൽ ജപിക്കാനാണ് പറഞ്ഞു. ഓം കൃഷ്ണായ നമഃ മനസ്സിൽ ജപിക്കുന്നതിന് ചില രഹസ്യങ്ങളുണ്ട്. മനസ്സിൽ ജപിക്കുമ്പോൾ അത് നമ്മളുടെ സൂക്ഷ്മ ശരീരത്തിലെ ആ സൂക്ഷ്മ ശരീരത്തിലുള്ള ആ ഭഗവത് ബോധവുമായിട്ട് ഡിവൈൻ കണക്ഷൻ ഉണ്ടാവും. നമ്മളുടെ സൂക്ഷ്മ ശരീരത്തിൽ മാറ്റം ഉണ്ടാവും. നമ്മളെ ബാഹ്യ ശരീരത്തിൽ നിന്ന് ഉപരി സൂക്ഷ്മ ശരീരത്തിൽ മാറ്റം ഉണ്ടാകുമ്പോഴേ നമുക്കത് വെളിയിൽ പ്രകടമാകത്തുള്ളൂ. അപ്പൊ സൂക്ഷ്മ ശരീരത്തിലാണ് നമ്മളുടെ കർമ്മദോഷങ്ങളും ഒക്കെ അടങ്ങിയിരിക്കുന്നത്. ഈ സൂക്ഷ്മ ശരീരം ശുദ്ധമാകുമ്പോഴാണ് വെളിയിൽ അതിന്റെ അനുഭവം ഉണ്ടാകുന്നത്. സൂക്ഷ്മ ശരീരത്തിലെ ഈശ്വരബോധം കൊണ്ട് നിറയും മനസ്സിൽ ഓം കൃഷ്ണായ നമഃ ജപിക്കുമ്പോൾ. മനസ്സിലായില്ലേ? അപ്പം ഈ സൂക്ഷ്മ ശരീരത്തിന് ഒരു പ്രത്യേകത ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മളിങ്ങനെ മനസ്സിൽ ജപിച്ചു കഴിയുമ്പോൾ നമ്മൾ ഉറക്കത്തിൽ പോലും അറിയാതെ സൂക്ഷ്മ ശരീരം ഭഗവത് നാമം ജപിച്ചുകൊണ്ടിരിക്കും. അത് നിങ്ങൾ ജപിക്കണ്ട. നിങ്ങളിപ്പോൾ ഉറക്കത്തിൽ ജപിക്കണമെന്നല്ല ഞാൻ പറഞ്ഞു. നിങ്ങൾ ഉണർന്നിരിക്കുമ്പോൾ ഇങ്ങനെ ജപിച്ചാൽ മതി. പക്ഷെ ഓട്ടോമാറ്റിക്കായിട്ട് അറിയാതെ തന്നെ നിങ്ങളുടെ സൂക്ഷ്മ ശരീരം ഭഗവത് നാമം ജപിക്കാൻ തുടങ്ങും. മനസ്സിൽ ഇങ്ങനെ ഓം കൃഷ്ണായ നമഃ ജപിച്ചാൽ അപ്പോൾ തൊട്ടാണ് നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടായി വരുന്നത്. നിങ്ങൾക്ക് ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ വരും, സമ്പത്ത് വരും, ഭൂമി, വീട്, ഐശ്വര്യങ്ങൾ എല്ലാം ഉണ്ടാകാൻ തുടങ്ങും. കാരണം നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കർമ്മവാസനകൾ, കർമ്മദോഷങ്ങൾ, പാപങ്ങൾ ഇതൊക്കെ മാറുമ്പോഴേ നമുക്ക് മാറ്റം വരത്തുള്ളൂ. മനസ്സിലായില്ലേ? വെളിയിൽ എന്തൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാലും വെളിയിൽ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഓം കൃഷ്ണായ നമഃ ഭഗവത് പാദങ്ങളിൽ നമ്മളുടെ വിരലുകൾ 10 വിരലുകളും തൊട്ട് അതായിട്ട് മനസ്സിൽ സങ്കല്പിച്ച് മനസ്സിൽ ഓം കൃഷ്ണായ നമഃ വെറുതെ ഇരിക്കുമ്പോഴോ എന്ന് വെച്ചാൽ റോഡിൽ കൂടെ നടക്കുമ്പോഴോ വണ്ടി ഓടിക്കുമ്പോഴോ ഒന്നുമല്ല, വെറുതെ ഇരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ജപിക്കണം. പിന്നെ രാവിലെ കുളി കഴിഞ്ഞ് കുളിമുറിയിൽ നിന്നോ അല്ലെങ്കിൽ നാമം ജപിക്കുന്നിടത്ത് അല്ലെ വിളക്ക് കത്തിക്കുന്നിടത്ത് നിന്നോ അല്ലെ മുറിയിൽ നിന്നോ ജപിക്കണം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള 1 മിനിറ്റ് ജപിക്കാം, അല്ല 1/2 മിനിറ്റ് ജപിക്കാം. പിന്നെ വൈകിട്ടും കിടക്കുന്നതിന് മുമ്പായിട്ട് ജപിക്കുക. പിന്നെ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് ജപിക്കുക. കണ്ടിന്യൂസ് ആയിട്ടല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ജപിക്കുക. അപ്പൊ ഇങ്ങനെ ജപിച്ചു കഴിയുമ്പോൾ ഭഗവാന്റെ പാദങ്ങളെ സ്പർശിക്കുന്നതായിട്ട് മനസ്സിൽ സങ്കല്പിച്ച് ജപിക്കുമ്പോൾ ശരണാഗതി അടയുവാണ്. ശരണാഗതി അടഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയെ ഭഗവാൻ കൈവിടത്തില്ല. ഭഗവാൻ കൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരബ്രഹ്മം ഈ പിറവിയെടുത്തതാണ്. പരബ്രഹ്മ സ്വരൂപനായ ഈശ്വരൻ ലോക നന്മയ്ക്ക് വേണ്ടി പിറവിയെടുത്തതാണ്. ഭഗവാൻ കൃഷ്ണന്റെ അവതാരം എന്ന് പറഞ്ഞാൽ പൂർണ്ണ അവതാരമാണ്. ഭഗവാന്റെ അവതാരം, ഭഗവാൻ ജനിക്കുമ്പോൾ തന്നെ കാരാഗ്രഹത്തിലാണ്. ഭഗവാൻ ജനിച്ച ഉടനെ തന്നെ ആ അർദ്ധരാത്രിയിൽ കാരാഗ്രഹത്തിലെ ആ ചെങ്ങലകളൊക്കെ അഴിഞ്ഞു വീഴുകയാണ്. കാരണം പരബ്രഹ്മം തന്നെയാണ് ഭഗവാൻ, പരബ്രഹ്മ സ്വരൂപനാണ്. ആ പരബ്രഹ്മ സ്വരൂപൻ ലോക നന്മയ്ക്ക് വേണ്ടി പിറവിയെടുത്തതാണ്. അതുപോലെ തന്നെ ഭഗവാനെ കുഞ്ഞിലെ ഭഗവാൻ മണ്ണ് വാരി തിന്നുമ്പോൾ യശോദ ഭഗവാന്റെ വാ തുറന്ന് നോക്കുമ്പോൾ പ്രപഞ്ചം മുഴുവനാണ് കാണുന്നത്. നോക്കൂ, ആ ഭഗവാൻ ആ പരബ്രഹ്മ സ്വരൂപന്റെ ലീലകളൊന്ന് ആലോചിച്ച് നോക്കുക. ഇത് കേൾക്കുന്നത് തന്നെ പുണ്യമാകും കേട്ടോ. കൃഷ്ണന്റെ നാമങ്ങൾ ജപിക്കുന്നതും ഭഗവത് നാമങ്ങൾ കേൾക്കുന്നതും
ഒക്കെ ഭഗവാന്റെ പ്രീതിക്ക് കാരണമാകും. ഞാൻ ഈ പറയുന്ന കേൾക്കുന്ന പോലെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തും. അപ്പം ഭഗവാന്റെ വാ തുറന്ന് യശോദ നോക്കിയപ്പോൾ അതിൽ 14 ലോകങ്ങൾ ആ വായ്ക്കുള്ളിൽ കാണുകയാണ് യശോദാമ്മ. അപ്പം ഭഗവാൻ ആ പ്രപഞ്ചമാണ്. ഭഗവാൻ പരബ്രഹ്മ സ്വരൂപമാണ്. ആ ഭഗവാന്റെ നാമം നിങ്ങൾ ഇങ്ങനെ ഭഗവാന്റെ പാദങ്ങളെ നിങ്ങളുടെ വിരലുകൾ കൊണ്ട് 10 വിരലുകൾ കൊണ്ട് തൊട്ട് ആ പാദങ്ങളിൽ തൊടുന്നതായിട്ട് സങ്കല്പിച്ച് ഓം കൃഷ്ണായ നമഃ ജപിക്കുമ്പോൾ നിങ്ങൾ എത്ര പുണ്യം ചെയ്തവരാണ്. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം നല്ല അനുഭവങ്ങൾ വരും. നിങ്ങൾ ഭഗവാനെ അനുഭവിക്കുക തന്നെയാണ് അപ്പം ചെയ്യുന്നത്. പറഞ്ഞ മനസ്സിലായില്ലേ? മാത്രമല്ല ഭഗവാന്റെ പ്രീതി ഉണ്ടായാൽ ഏത് സർപ്പദോഷങ്ങളും മാറിക്കിട്ടും എന്നുള്ളതാണ്. കാരണം കാളിയന്റെ ഗർവ് അവസാനിപ്പിച്ചതാണ് ഭഗവാൻ. ഭഗവാനെ വിളിച്ചാൽ തീരാത്തതായിട്ട് ഒരു സർപ്പദോഷങ്ങളുമില്ല. അത് കാലസർപ്പദോഷമാണെങ്കിലും കൊള്ളാം. ഈ 4-ാം ഭാവത്തിലൊക്കെ രാഹു എന്നാൽ വലിയ സാമ്പത്തിക തകർച്ച ഉണ്ടാകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. 2-ലോ 4-ലോ ഒക്കെ രാഹു നിൽക്കുന്ന, കൂടുതലും 4-ലാണ് അത് അനുഭവത്തിൽ കണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ വലിയ എത്രയോ ആളുകളുടെ സാമ്പത്തിക തകർച്ച ഉണ്ടായിരിക്കുന്നവരുടെ ജാതകങ്ങൾ ഞാൻ നോക്കിയിരിക്കുന്നു. അപ്പോൾ അതിനൊക്കെ പരിഹാരം കൃഷ്ണന് ചില കാര്യങ്ങൾ ചെയ്താലും, പിന്നെ ഭദ്രകാളിക്ക് അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചില കാര്യങ്ങൾ ചെയ്താലും വളരെ പെട്ടെന്ന് മാറ്റം വരുമെന്നുള്ളതാണ്. അപ്പം കൃഷ്ണന് ബുധൻ ശനി ദിവസങ്ങളിൽ സർപ്പദോഷമുള്ളവർ കൃഷ്ണന് ബുധൻ ശനി ദിവസങ്ങളിൽ രാവിലെ തുളസിമാല, ഭഗവാനെ ഒരു തുളസിയിലയുടെയെങ്കിലും പുണ്യം എനിക്കും എൻ്റെ കുടുംബത്തിനും, ഒരു തുളസിയിലയുടെയെങ്കിലും പുണ്യം എനിക്കും എൻ്റെ കുടുംബത്തിനും തരണേന്ന് പറഞ്ഞ് സമർപ്പിക്കുക. അതോടൊപ്പം പാൽപ്പായസം കൂടെ സമർപ്പിക്കുക. ബുധൻ ശനി ദിവസങ്ങളിൽ രാവിലെ ചെയ്യുക. കൃഷ്ണക്ഷേത്രത്തിൽ ഏത് സർപ്പദോഷവും മാറിക്കിട്ടും. അത് കാലസർപ്പദോഷമാണേലും കൊള്ളാം, അല്ലാതെ രാഹു ഗ്രഹനിലയിൽ പിഴച്ചു നിൽക്കുന്ന ആണെങ്കിലും കൊള്ളാം, ഏത് സർപ്പദോഷവും മാറിക്കിട്ടും എന്നുള്ളതാണ്. ഭഗവത് പ്രീതി ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾ പല കാര്യങ്ങളും ചെയ്തിട്ട് മാറ്റമില്ലെങ്കിൽ ഇത് ചെയ്ത് നോക്കുക. പിന്നെ ഭഗവാനെ ഗോവർദ്ധന പർവ്വതം ചെറുവിരലാൽ ഉയർത്തി അവരെ എല്ലാം സംരക്ഷിക്കുകയാണ്, ആ ഗ്രാമീണരെ എല്ലാം. ഭഗവാനെ സംബന്ധിച്ച് അതൊക്കെ വളരെ നിസ്സാരമായ കാര്യങ്ങളാണ്. അതുപോലെയാണ് നമ്മളുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധികളെ ഇല്ലാതാക്കാനും ഭഗവാനെ നാമം ജപിക്കുന്നതുകൊണ്ട് സാധിക്കും. ഭഗവാൻ ഗോവർദ്ധന പർവ്വതം ചെറുവിരൽ തുമ്പാൽ ഉയർത്തി ഭഗവാൻ ആ ഗ്രാമീണരെ സംരക്ഷിക്കുന്ന പോലെ ഭഗവാനെ ആര് വിളിക്കുന്നു അവരെ പ്രതിസന്ധികളെ എല്ലാം ഭഗവാൻ ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്തി ഗ്രാമീണരെ സംരക്ഷിക്കുന്ന പോലെ നിങ്ങളെ സംരക്ഷിക്കും എന്നുള്ളതാണ്. പിന്നെ ഭഗവാന്റെ നാമം ജപിക്കുന്നതിനുള്ള മറ്റു ചില ഗുണങ്ങൾ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ ഈ വീട്ടിലേക്ക് കയറുമ്പോഴും, പ്രധാന വാതിലിൽ കൂടി വീട്ടിലേക്ക് അകത്തേക്ക് കയറുമ്പോഴും, വെളിയിലേക്ക് പോകുമ്പോഴും, വെറുതെ ഇരിക്കുമ്പോഴും ഒക്കെ ഈ ഭഗവാന്റെ നാമം ഫ്രീ ആയിട്ടിരിക്കുമ്പോഴും ഒക്കെ ജപിക്കുക. പൈസ കൈ കിട്ടുമ്പോഴും കൊടുക്കുമ്പോഴും ഒക്കെ ജപിക്കുക. മനസ്സിൽ ജപിച്ചാൽ മതി. ഇങ്ങനെ നിങ്ങൾ ഇത് പല പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലെ നെഗറ്റീവ് എനർജിയും പോകും. നിങ്ങളുടെ ചുറ്റുമുള്ള നെഗറ്റീവ് എനർജികളെ പോസിറ്റീവ് ആക്കുകയും ചെയ്യും. അതാണ്, അതിന് ശക്തിയുണ്ട് ഈ ഓം കൃഷ്ണായ നമഃക്ക്. മനസ്സിലായില്ലേ? നിങ്ങളുടെ ഉള്ളിലെ നെഗറ്റീവ് ചിന്തകളെ, നെഗറ്റീവായിട്ടുള്ള എനർജികളെ ഒക്കെ മാറുകയും ചെയ്യും. നിങ്ങളുടെ ചുറ്റുപാടുകളെ പോലും പോസിറ്റീവാക്കി നിങ്ങളെയും പോസിറ്റീവാക്കും, നിങ്ങളുടെ ചുറ്റുപാടുകളെയും പോസിറ്റീവാക്കും. അപ്പം നിങ്ങളുടെ വീട്ടിൽ അതിന് മാറ്റങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ ഓഫീസിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഓഫീസിൽ അതിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാകും. നിങ്ങളിൽ അതിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാകും. നിങ്ങൾ ഉള്ളിടത്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകും. മനസ്സിലാകുന്നുണ്ടോ? അത്രയ്ക്ക് ശക്തിയുണ്ട്. കാരണം ഈ ഓം കൃഷ്ണായ നമഃ എന്ന് പറഞ്ഞ മന്ത്രം പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ടാക്കും എന്നുള്ളതാണ്. പിന്നെ അതുപോലെ ഓം കൃഷ്ണായ നമഃ ദൃഷ്ടിദോഷം മാറ്റും. അതിന് ശക്തിയുണ്ട് ഓം കൃഷ്ണായ നമഃക്ക്. ദൃഷ്ടിദോഷം കാരണം എത്രയൊക്കെയാന്ന് പറഞ്ഞാൽ മനുഷ്യന് ദൃഷ്ടിദോഷം എങ്ങനെയൊക്കെയാണേലും ഉണ്ടായി വരാം. കാരണം നമ്മൾ ഏതൊരു കാര്യം ചെയ്താലും അത് ഗുണത്തിന് പറഞ്ഞാലും കൊള്ളാം, ദോഷത്തിന് പറഞ്ഞാലും കൊള്ളാം, പലപ്പോഴും ദൃഷ്ടിദോഷമായിട്ട് വരാറുണ്ട്. അയാൾ കൊള്ളാം, അയാൾ മിടുക്കനാ, അല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അതൊരു ദൃഷ്ടിദോഷമായിട്ട് വരാറുണ്ട്. അല്ലെങ്കിൽ പ്രാകുക, അതും ഒരു ദോഷമായിട്ട് വരും. ഇങ്ങനെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല ദോഷങ്ങളും കടന്നുകൂടുന്നുണ്ട്. ഇതൊക്കെ ഈ ഓം കൃഷ്ണായ നമഃ ജപിക്കുമ്പോൾ മാറുമെന്നുള്ളതാണ്. പിന്നെ ആത്മവിശ്വാസം ഉണ്ടാകും. മാനസികമായ ഒരു ഐശ്വര്യം, മാനസികമായിട്ടൊരു സ്റ്റെബിലിറ്റി, അല്ലെ മാനസികമായ നല്ലൊരു ഊർജം ഉണ്ടായി വരും. സർവ്വ ദുരിതങ്ങളും ഇല്ലാതാകും. സർവ്വ ദുരിതങ്ങളും എല്ലാം അതിൻ്റെ അകത്ത് വരും. സർവ്വ ദുരിതങ്ങളെ ഇല്ലാതാക്കാനുള്ള ശക്തിയുണ്ട്. സർവ്വ പാപങ്ങളെ ഇല്ലാതാക്കാനുള്ള ശക്തിയുണ്ട്. സർവ്വ പാപശമനങ്ങളും ഉണ്ടായിത്തീരുമെന്നുള്ളതാണ്. അത് പിന്നെ ഈ ഓം കൃഷ്ണായ നമ എന്ന മന്ത്രം മനസ്സിൽ ജപിക്കുമ്പോൾ സ്ഥലകാല പരിമിതികളില്ല. കാരണം നമ്മൾ ആ ശുദ്ധ ബോധത്തിലെ, നമ്മുടെ ഉള്ളിലെ ബോധത്തിലെ അത് ചൊല്ലുന്നത്. ബാഹ്യമായ ശുദ്ധി ഒന്നും അതിന് ആവശ്യമല്ല. നിങ്ങളുടെ ഉള്ളിൽ ശുദ്ധി ഉണ്ടായി വരികയും ചെയ്യും. നിങ്ങളുടെ ബാഹ്യമായ
നിങ്ങളുടെ ബാഹ്യമായ നിങ്ങളുടെ ജീവിതത്തിലേക്കും ആ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായി വരുമ്പോൾ അതും ശുദ്ധമാകും. തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാം സംഭവിക്കും, പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഈ കാർത്തിക, മൂലം, പൂരം, രേവതി, അതുപോലെ മകയിരം, അത്തം, ഉത്രാടം, ഈ നാളുകാര് ഈ നിങ്ങൾ എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ ചെയ്തില്ലെങ്കിലും നിങ്ങൾ സാധിക്കുമെങ്കിൽ നിങ്ങൾ ഈ വ്യാഴാഴ്ചകളിൽ കൃഷ്ണക്ഷേത്രത്തിൽ പോയി ഭഗവാൻ ഒരു തുളസിമാല, പിന്നെ അല്പ എണ്ണ, ഒരു ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, പുരുഷ സൂക്താർച്ചന, ഇത് ചെയ്ത് പ്രാർത്ഥിക്കാൻ നല്ലതാണ്. കാരണം എന്നാണെന്നറിയോ, അതുപോലെ ഈ ഓം കൃഷ്ണായ നമ എന്നുള്ളത് എല്ലാവർക്കും ചെയ്യാം, 27 നക്ഷത്രക്കാർക്കും ചെയ്യാം. ഞാനിത് പറഞ്ഞത് ഇപ്പൊ കാർത്തിക, മൂലം, പൂരം, രേവതി, ഈ 4 നാളുകാര് ഇവർക്ക് പലപ്പോഴും തട്ടിപ്പുകളിൽ പോയി ചാടുക, വെട്ടിപ്പുകളിൽ പോയി ചാടുക, ഒരു വിദേശത്തേക്ക് ഒരു ജോലിക്ക് പൈസ കൊടുത്താൽ നഷ്ടമാകുക, അവിടെ ചെന്നാലും ചില തട്ടിപ്പ് പോയി ചാടുക, ഇങ്ങനെ പല 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 തട്ടിപ്പുകളിൽ പോകാൻ സാധ്യതയുള്ളൊരു നക്ഷത്രങ്ങളാണ്. അതുപോലെ തന്നെ അത്തം, മകയിരം, ഉത്രാടം, ഈ നാളുകാര് ഇവർക്കുള്ള പ്രത്യേകത വെച്ചാൽ ഇവർക്ക് അമിതമായിട്ട് മറ്റുള്ളവരുടെ പ്രാരാബ്ദം കൂടെ സ്വന്തം തലയിൽ വലിച്ചു വെക്കാൻ സാധ്യതയുള്ള നക്ഷത്രമാണ്. ഇവര് ഒക്കെ വിശിഷ്യ എല്ലാ നക്ഷത്രക്കാർക്കും നല്ലതാണ്, പക്ഷെ വിശിഷ്യ കൃഷ്ണന് വ്യാഴാഴ്ച ഞാനീ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ ഇവരുടെ ജീവിതത്തിൽ ഒരു തട്ടിപ്പിലും പോയി ചാടത്തില്ല, ഒരു വെട്ടിപ്പിലും പോയി ചാടത്തില്ല, ആവശ്യമില്ലാത്ത പ്രാരാബ്ദങ്ങൾ എടുത്ത് തലയെ വെക്കാനുള്ള അവസരം ഉണ്ടാകത്തില്ല. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട്. അതുപോലെ അനിഴ നക്ഷത്രക്കാര്, ഈ അനിഴ നക്ഷത്രക്കാർക്ക് പലപ്പോഴും ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ജോലിയിൽ സ്റ്റെബിലിറ്റി ഉണ്ടാകാൻ ചില തടസ്സം ഉണ്ടാകാം. അതുപോലെ തന്നെ സന്താന വിഷയങ്ങൾ കൊണ്ട് മനോദുഃഖങ്ങൾ ഉണ്ടാകാം. അപ്പൊ അവര് ഈ ഭഗവാന്റെ, കൃഷ്ണന്റെ മാസത്തിൽ ഒന്ന് ഗുരുവായൂരോ അമ്പലപ്പുഴയോ അല്ലെങ്കിൽ ആറന്മുളയോ അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ, ചൈതന്യം കൂടിയ ക്ഷേത്രങ്ങളിൽ, പത്മനാഭസ്വാമി ക്ഷേത്രമൊക്കെ പോകുന്നത് നല്ലതാണ്. പിന്നെ വ്യാഴാഴ്ചകളിൽ ഞാനീ പറഞ്ഞ വഴിപാട് രാവിലെ അടുത്തുള്ള കൃഷ്ണന്റെ ക്ഷേത്രത്തിൽ ചെയ്യുന്നതും വളരെ ഗുണം ചെയ്യും എന്നുള്ളതാണ്. ഈ മകൻ നക്ഷത്രക്കാര് ഇതുപോലെ ഭഗവാന്റെ ഒരു, കൃഷ്ണന്റെ ഒരു നീലനിറത്തിലുള്ള ക്ലേയിലുള്ള ഒരു പ്രതിമ മേടിച്ചു അതിന്റെ മുന്നിൽ നിന്ന് ഓം കൃഷ്ണായ നമഃ എന്ന് വാഗൊണ്ടും പ്രാർത്ഥിക്കാം. പിന്നെ മനസ്സിൽ പ്രാർത്ഥിക്കുന്നതിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ പ്രാർത്ഥിച്ചാൽ തന്നെ അവരുടെ ജീവിതത്തിൽ അന്ന് മുതൽ മാറ്റങ്ങൾ ഉണ്ടായി വരും, വിശ്വാസത്തോടെ ചെയ്താൽ. കാരണം ചില രഹസ്യങ്ങളുണ്ട്. അതുപോലെ വിശാഖം, പൂയം, ചതയം, ഈ നക്ഷത്രക്കാര്, ഈ വിശാഖം, പൂയം, ചതയം നക്ഷത്രക്കാര് കൃഷ്ണന് ഒരു പശുവിന്റെ ഒരു കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ വെച്ച് ദിവസവും രാവിലെ ഓം കൃഷ്ണായ നമഃ ജപിച്ച് കർപ്പൂരം കത്തിക്കാൻ തുടങ്ങിയാൽ, വാഗൊണ്ടും ജപിക്കാം, ഞാൻ ഈ പറഞ്ഞ പോലെ മനസ്സിലും ജപിക്കാം, അങ്ങനെ തുടങ്ങിയാൽ ഇവരുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും വലിയ മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് മാത്രമല്ല ഇവരുടെ ജീവിതം നല്ല നിലയിൽ രക്ഷപ്പെടും. അല്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് പല പല കൂട്ടുകെട്ടുകളിലൂടെയും പല കാര്യങ്ങളിലൂടെയും കഷ്ടനഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇവർ എത്ര ബുദ്ധിപരമായിട്ടൊരു കാര്യം ചെയ്താലും ഏർപ്പെടുന്ന കാര്യങ്ങളിൽ ഓരോരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇവർ ഈ ഭഗവാനെ ഈ രീതിയിൽ വിളിച്ചാൽ മതി, ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. പിന്നെ പറ്റുമ്പോൾ ചൈതന്യം കൂടുതലുള്ള ഏതെങ്കിലും കൃഷ്ണക്ഷേത്രം കൂടെ മാസത്തിലും ദർശനം നടത്തുക, അത്ഭുതമായ കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ ഞാൻ ചില നക്ഷത്രക്കാരെ എടുത്തു പറഞ്ഞതേ ഉള്ളൂ, പക്ഷെ 27 നക്ഷത്രക്കാർക്കും ഞാൻ ഓം കൃഷ്ണായ നമഃ മനസ്സിൽ ഭഗവാന്റെ പാദം തൊട്ട് 10 വിരലുകളും തൊട്ട് ജപിക്കുന്നതായിട്ട് മനസ്സിൽ കണ്ടു, തൊടുന്നതായിട്ട് മനസ്സിൽ കണ്ടു മനസ്സിൽ ജപിക്കുന്നത് എല്ലാ നക്ഷത്രക്കാർക്കും ചെയ്യാം. ഓം കൃഷ്ണായ നമഃ. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ പ്രധാന വാതിലിന് വലിയ പ്രാധാന്യമുണ്ട് വീട്ടില്. ആ പ്രധാന വാതിലിലേക്ക് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും മനസ്സിൽ ഓം കൃഷ്ണായ നമഃ ഭഗവാന്റെ പാദത്തെ വിരലുകൊണ്ട് തൊടുന്നതായിട്ട് സങ്കല്പിച്ച് മനസ്സിൽ ജപിക്കാം. ഇതൊക്കെ ഒരുപാട് ചോദ്യമാണ്. നിങ്ങളുടെ സൂക്ഷ്മ ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങുമ്പോൾ നിങ്ങളുടെ ബാഹ്യ ലോകത്തിലും മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങും. സൂക്ഷ്മ ശരീരം എന്ന് വെച്ചാൽ എന്താ? ഈ എനർജി പോയിന്റുകളാണ്. അതായത് മൂലാധാര ചക്രം, സ്വാധിഷ്ഠാന ചക്രം, മണിപൂരക ചക്രം, അനാഹത ചക്രം, വിശുദ്ധി ചക്രം, ആജ്ഞാചക്രം. ഈ ചക്രാസാണ് നട്ടലിലാണുള്ളത്. അതായത് മൂലാധാരം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഏറ്റവും താഴെ, നട്ടലിന് താഴെയായിട്ട് മലദ്വാരത്തിന്റെ മുകളിൽ. ഇനിയും സ്വാധിഷ്ഠാന ചക്രം എന്ന് പറഞ്ഞാൽ പുക്കൽ കൊടിക്ക് താഴെയായിട്ട് നട്ടലിന്റെ ഭാഗത്ത്. മണിപൂര ചക്രം എന്ന് പറഞ്ഞാൽ പുക്കൽ കൊടിക്ക് മുകളിലായിട്ട് നട്ടലിൽ തന്നെ. ഇനി അനാഹത ചക്രം എന്ന് പറഞ്ഞാൽ നെഞ്ചുകുഴിക്കുള്ളിൽ നട്ടലിൽ തന്നെ. വിശുദ്ധി എന്ന് പറഞ്ഞാൽ തൊണ്ടക്കുഴിക്കുള്ളിൽ നട്ടലിൽ തന്നെ. ആജ്ഞ എന്ന് പറഞ്ഞാൽ
ഇങ്ങനെ അകത്തോട്ടൊരു വര വരച്ചാലും ഇങ്ങനെ ഒരു വര വരച്ചാലും നാലും കൂടുന്ന ജംഗ്ഷൻ നിങ്ങളിപ്പോൾ ഇവിടെ സങ്കല്പിച്ചാൽ മതി. ഇങ്ങനെ ഈ ചക്രാസ് അല്ല എനർജി പോയിന്റുകളാണ് എന്ന് വെച്ചാൽ അവിടെ വലിയ ചക്രമൊന്നുമില്ല, ഊർജ കേന്ദ്രങ്ങളാണ്. അതാണ് ശരിക്കും സൂക്ഷ്മ ശരീരം. ആ സൂക്ഷ്മ ശരീരത്തിലാണ് ഓം കൃഷ്ണായ നമോ മനസ്സ് ജപിക്കുമ്പോൾ മാറ്റം ഉണ്ടാകുന്നത്. അവിടെ മാറ്റം ഉണ്ടാകുമ്പോഴേ നിങ്ങളുടെ കർമ്മദോഷങ്ങൾ മാറുന്നത്, നിങ്ങളുടെ പാപങ്ങൾ ശമിക്കുന്നത്. അപ്പോഴാണ് നിങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥനകളും വഴിപാടുകളും എല്ലാം ഫലം കാണാൻ തുടങ്ങുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ വെളിയിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും. ആദ്യം നമ്മുടെ ഉള്ളിലെ ആ കർമ്മദോഷങ്ങളെ, ആ പാപദോഷങ്ങളെ ഒക്കെ സൂക്ഷ്മ ശരീരത്തിലെ ഒരു ക്ലിയറൻസ് ഉണ്ടാകണം. അതിന് ഈ ഓം കൃഷ്ണായ നമോ മനസ്സ് ജപിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഭഗവാനെ ചിന്തിക്കുന്നതിനെ പരമപുണ്യമാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഈ കൃഷ്ണ ഭഗവാനും ശിവഭഗവാനും എല്ലാം ഒന്ന് തന്നെയാണ് കേട്ടോ. അത് എപ്പോഴും മനസ്സിലാക്കിക്കോളാം. അപ്പോൾ ഞാൻ ശിവനെ ധ്യാനിക്കുന്നതാണ്, മുരുകനെ വിളിക്കുന്നതാണ്, ദേവിയെ വിളിക്കുന്നതാണ്. പക്ഷെ ഭഗവാനെ കൃഷ്ണനെ അതേ ഭക്തിയോട് തന്നെയാണ് വിളിക്കുന്നത്. ഇവരെല്ലാം ഒന്ന് തന്നെയാണ് കേട്ടോ. കൃഷ്ണനെ അറിഞ്ഞാൽ ശിവനെ അറിയാം, ശിവനെ അറിഞ്ഞാൽ കൃഷ്ണനെ അറിയാം, എല്ലാം ഒന്ന് തന്നെയാണ്. അതറിയുക, അതാണ് പരമമായ രഹസ്യം. അത് തന്നെയാണ് ശങ്കരനാരായണ പ്രതിഷ്ഠയുള്ളിടത്ത് നിങ്ങൾ പോയിട്ടുണ്ടോ? ശങ്കരനാരായണ രൂപത്തിലൂടെ കാണിച്ചിരുന്നതാ. ശങ്കരനും കൃഷ്ണനും എല്ലാം ഒന്ന് തന്നെയാണ്, എല്ലാം ഒന്ന് തന്നെയാണെന്നുള്ളതാണ്. അതുപോലെ തന്നെ അർജുനന് ഭഗവത്ഗീത ഉപദേശിക്കുന്ന സമയത്ത് ഭഗവാൻ കൃഷ്ണൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്, ഭഗവാനാണ് എല്ലാം എന്ന്. അപ്പൊ ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ശിവനിൽ കൃഷ്ണനുണ്ട്, കൃഷ്ണനിൽ ശിവനുണ്ട്, ഇതെല്ലാം ഒന്ന് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് ഒന്നും വേറിട്ട് കാണരുത്. അയ്യോ ഞാൻ കൃഷ്ണനെ മാത്രമേ വിളിക്കത്തുള്ളൂ, കൃഷ്ണഭക്തനാ, മറ്റേത് മോശമാ, അല്ലെ ഞാൻ ശിവനെ മാത്രമേ വിളിക്കത്തുള്ളൂ. ഇതൊക്കെ അറിവില്ലായ്മ കൊണ്ടാണ്. ശിവനും കൃഷ്ണനും ദേവിയും എല്ലാം ഒന്ന് തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് ഏതേത് ഭാവങ്ങളെ വിളിച്ചാലും അതിലെല്ലാം കാണുക. കൃഷ്ണനെ വിളിച്ചാൽ കൃഷ്ണനിൽ തന്നെ ശിവനും ദേവിയും ഈ പ്രപഞ്ചവും എല്ലാം ഒന്നാണെന്ന് കാണുക. ശിവനെ വിളിച്ചാൽ ആ ശിവനെ തന്നെയാണ് കൃഷ്ണനും ദേവിയും മുരുകനും എല്ലാം ഒന്നാണെന്ന് കാണുക. മുരുകനെ വിളിച്ചാൽ മുരുകനിൽ തന്നെയാണ് കൃഷ്ണനും ദേവിയും ശിവനും ഈ പ്രപഞ്ചവും എല്ലാം ഒന്നാണെന്ന് കാണുക. ഒന്നിൽ എല്ലാം കാണുക, എല്ലാത്തിലും ഒന്നും കാണുക. ഈ കാണുന്നതിലെല്ലാം ആ നമ്മൾ ഏത് ഈശ്വര സ്വരൂപമാണ് അതാണെന്ന് മനസ്സിലാക്കുക. ഒന്നിൽ എല്ലാം കാണുക, എല്ലാത്തിലും ആ ഒന്നിനെ കാണുക. അതാണ് യഥാർത്ഥമായ ഈശ്വര ജ്ഞാനം. അതാണ് ഈശ്വരനെ അറിയുന്നത്. ഞാനിത് പറയുമ്പോൾ എനിക്കൊരു നിർവൃതി ഉണ്ടാകുന്നുണ്ട് കേട്ടോ. എൻ്റെ ആ ചക്രാസിലൊരു അനുഭൂതി ഉണ്ടായി വരുന്നുണ്ട്. കാരണം പരമമായ സത്യമായ ലോക നന്മയ്ക്ക് വേണ്ടിയാണ് പറഞ്ഞു തരുന്നത്, എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയല്ല. എനിക്ക് വേണേൽ വേറെ എന്തെല്ലാം കാര്യം വീഡിയോയിൽ പറയാം, ഒരു ഇതും ഇല്ലാത്ത കാര്യങ്ങൾ പറയാം. ചിലപ്പോൾ അങ്ങനെയുള്ള ഒരു യുക്തിയില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ കൂടുതൽ ആളുകൾ കണ്ടെന്നിരിക്കും, അല്ലെ ചിലപ്പം കൂടുതൽ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടെന്നിരിക്കും. നല്ല കാര്യങ്ങൾ പലപ്പോഴും ആളുകൾ കണ്ടെന്നിരിക്കത്തുമില്ല, ഇഷ്ടപ്പെട്ടെന്നും ഇരിക്കത്തില്ല. മതി, കാണുന്നവർ കണ്ടാൽ മതി, അവരുടെ ജീവിതം മാറും. സത്യസന്ധമായിട്ട് പറയുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നിർവൃതിയുണ്ട്, അത് ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഓരോ വാക്കും സത്യസന്ധമായിട്ടാണ് പറയുന്നത്. പരമമായ ഈശ്വരീയമായ കാര്യമാണ് പറഞ്ഞു തരുന്നത്. നിങ്ങളുടെ ജീവിതം മാറാനും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈശ്വരാനുഭവം ഉണ്ടാകാനും നിങ്ങൾ തട്ടിപ്പിലും വെട്ടിപ്പിലും ഒന്നും പോയി ചാടാതിരിക്കാനും നിങ്ങളുടെ സർവ്വ ദുരിതങ്ങളും മാറാനുള്ള സത്യസന്ധമായ പരമമായ ദൈവികമായ ആ ഈശ്വരനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞതെന്ന് മനസ്സിലായി. നിങ്ങളുടെ സൂക്ഷ്മ ശരീരത്തിൽ മാറ്റം വരാനും ആ സൂക്ഷ്മ ശരീരത്തിൽ മാറ്റം വരുന്നതുകൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാകാനും ഒക്കെയാണ്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം നർപ്പവി നർപ്പവി നർപ്പവി.